മന്ത്രി എന്നുള്ള നിലയിൽ ഞാനൊരു നിർണായക ഘട്ടത്തിലുള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെട്ടത്. ഞാൻ മാത്രമല്ല, സ്ത്രീകൾ ഉത്തരവാദിത്തം എടുത്തിട്ടുള്ള എല്ലാ സ്ത്രീകളും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഗൗരവം ഉണ്ടായിട്ടില്ലേ? എനിക്ക് മുമ്പ് സുശീല ഗോപാലൻ ഉണ്ടായിട്ടില്ലേ? ഇല്ല, ഇന്ദിരാഗാന്ധിയോട് ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിന്ന് എല്ലാവരെയും കൈകാര്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് സാധിക്കും. ശ്രീമതി ടീച്ചർ എനിക്ക് മുമ്പ് മന്ത്രിയായിരുന്നില്ലേ? ഭംഗിയായിട്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തല്ലോ. അപ്പം ഞാനൊരു നിർണായക ഘട്ടത്തിലായതുകൊണ്ട്, എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ തിരുമുഖം കണ്ടത് എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. സ്ത്രീകൾക്ക് കൊടുത്താൽ ആ ഉത്തരവാദിത്വം സ്ത്രീകൾ ഭംഗിയായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കുറേയും കൂടി സ്ത്രീകളെ ഈ ഉത്തരവാദപ്പെട്ട, അത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പിന്നെ അല്ലെങ്കിൽ MLA തന്നെ ആവണമെന്നില്ല, താഴേന്ന് തുടങ്ങണം ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സെക്രട്ടറിയോ, ജനപ്രതിനിധി തന്നെ ആവണമെന്നില്ല, ആ ഉത്തരവാദിത്തം എടുക്കാൻ ഒരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ടൊരു സ്ത്രീ വരട്ടെ എന്ന്. അവർക്ക് എന്തെല്ലാം, പുരുഷനും സ്ത്രീയും അടങ്ങിയിട്ടുള്ള സംഘടനയുടെ